ഹയ്യോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. വീട്ടിൽ നനച്ചുകൂളിൻ്റെ ഭാഗമായിട്ട് ഇമ്മ ഓരോ സാധനങ്ങൾ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് എനിക്ക് സാധനം കച്ചത്. ഏതായാലും ഇന്നാൾ ഈ മേലെ ഉണ്ടായിരുന്ന ഫാൻ ഉണ്ടല്ലോ, ഫാനൊക്കെ ഞാൻ ഓൾറെഡി അയച്ചു. എന്നാൽ ഇടി തട്ടിയ ഓർമ്മ ഉണ്ട്. എൻ്റെ പഴയ ഒരു വീഡിയോയിലുണ്ട്, നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന വ്ളോഗിലുണ്ട്, ഫാൻ ഇടി വെട്ടുമ്പോൾ ഫാൻ അടിച്ചു പോണത്. അതിന് ശേഷം ഫാനൊക്കെ ഊരി ഞാനിതാ ഫുൾ പാർട്സാക്കി. ഇതിമത്തെ ചെമ്പ് കമ്പിയൊക്കെ ഊരി ഫുള്ള് നാല് പീസാക്കി. ഈ ചെമ്പ് കമ്പി ഇതിൽ നിറച്ച് ഞാൻ ചെമ്പ് കമ്പി നിറച്ചു. ഞാൻ ഊരി കാണിച്ചു തരാം. ഇതിങ്ങനെ ഓപ്പൺ ആക്കിയാൽ ഇതിൽ ഫുള്ള് ചെമ്പ് കമ്പി ഇതുണ്ടോ. ഇതിൻ്റെ അടിയിൽ ഞാൻ കുറേ മുന്നേ വയറിങ് ഒക്കെ കഴിഞ്ഞ ടൈമിൽ കുറച്ച് വയറൊക്കെ ബാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടി മിക്സ് ആക്കിയാണ്ട് ചെമ്പ് കമ്പിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ വീടിൻ്റെ മേലുണ്ടായിന് കുറച്ച് കമ്പികൾ, അത് എല്ലാം കൂടി തട്ടി കൂട്ടി ഇതൊക്കെപ്പാടെ നമുക്ക് കൊണ്ടുപോയി കൊടുത്താലോന്ന് ഉള്ള മൂഡിലാണ് ഞാൻ. കൊണ്ടുപോയി കൊടുത്താലോന്നല്ല, കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ്. എന്താ പറയുക, ഇതിൻ്റെ പരിപാടികളൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ല. ഇനി ഫോണിൽ കൂടി സെറ്റാക്കിയിട്ട് നേരെ കൊണ്ടുപോയി വെക്കാം. ഏത് മോഡ്, പൈസക്കാരൻ മോഡ്. ഇതെല്ലാം കൂടി ഈ ചാക്കിൽ കയറ്റാണ്ട് നേരെ കൊണ്ടുപോയി വണ്ടിമ കെട്ടാ ഒറ്റ കൊണ്ടുപോയി വെക്കാം. തന്നെ വെക്കല്ല, കൊണ്ടുപോയി വെക്കുക. അത്ര ഡാഡി കൂളുടെ വണ്ടി പിന്നെ വർക്കിലായതുകൊണ്ട് നമുക്ക് അത് കിട്ടില്ല. അല്ലാതെ എൻ്റെ ഐലൻഡ് കൊണ്ടുപോയാൽ മതി. ബൈക്കുമ്പോൾ തന്നെ കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് എന്തായാലും ശരി നമുക്ക് സെറ്റാക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. ഓരോന്നോരോന്നായിട്ടാലേ കാര്യം കൂടി വലിച്ചു വാരി ഇട്ടില്ല. ഫസ്റ്റ് കുറച്ച് കമ്പിടാം. ഈ സിള്ളയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റുള്ള സാധനം അതേ. കമ്പിലോ കാണണം. എന്നിട്ട് ആദ്യം ഫാനിൻ്റെ ഉടൽ ഭാഗം 1, ഉടൽ ഭാഗം 2. അതൊക്കെ പിന്നെ പ്ലാസ്റ്റിക്. പിന്നെ ഇത് നമുക്ക് ഇതിന്ന് മാറ്റിയിട്ട് ഒരു കവറിലേക്ക് ആക്കാം. കവറാവും നന്നാവുക. ബിക്കോസ് കവറുണ്ടോ, ഇതിലേക്കാം. ഇതിൽ ഈ ബ്ലാക്ക് കളർ കാണുന്നുണ്ടോ, ഇത് മാത്രമാണ് ഫാനിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി. ബാക്കി അത് ഞാൻ കാണിച്ചത്. അതിങ്ങനെ നിരത്തി കഴിഞ്ഞാൽ നിരത്തണ്ട, താഴെ ഇതിലേക്ക് ഇത് കാലിയായി. ഇതിൻ്റെ ഇടയിൽ ഇത് കണ്ട, അതിൻ്റെ ഇടയിലൊക്കെ കളർ ചേഞ്ചസ് വരുന്നുണ്ട്, കാണുന്നുണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ആക്കിയാൽ അങ്ങനെ തുറന്നതിൽ കാണാം. ഇതുപോലത്തെ സാധനങ്ങൾ ഞാൻ മറ്റേ വയറിനുള്ളിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയൊക്കെ കൊടുത്ത് അത്യാവശ്യം കിട്ടുന്നു വിചാരിക്കുന്നോ. നമുക്ക് കായിട്ടാൽ മതി. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നേരെ മുതൽ ഇറക്കി കിട്ടും. ഇതിൽ കൊള്ളല് മാത്രം. അങ്ങനെ ഇടയിൽ നടക്കൂല. അപ്പോൾ നമുക്കിതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇടണം. ഓരോന്നോരോന്നായിട്ടില്ല, ഇങ്ങനെ നറ്റി കൊടുക്കണം. നമ്മൾ അന്ന് ഉണ്ടാക്കിയ ഹാൻഡ് വാഷിൻ്റെ ബാക്കിയാണ്. ഇത് പിന്നെ കട്ടായി പോയി. ഐസ്ക്രീം കട്ടായാലേ. ഇത് 3 പ്ലാസ്റ്റിക് പേപ്പേഴ്സ്. പിന്നെ ഇതൊരു ഇരുമ്പിൻ്റെ കഷ്ണം. പക്ഷെ ഇത് ഞേലി ഞാൻ വെക്കും. ഓ സെറ്റ്. പിന്നെ ഈ ഒരു ചെറിയ പീസ്. ഞാനെന്ന് ലക്ഷ്യാധിപതിയാവും. ഇങ്ങനെ പറ്റുള്ളൂ. നമുക്ക് വീട് മൊത്തം ഒന്ന് അരിച്ച് പിറക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടോന്ന്. എന്തായാലും പോവല്ലേ, ഒറ്റ പോക്കിൽ തന്നെ ഫുൾ പരിപാടി സെറ്റായി കഴിഞ്ഞാലോ വിചാരിച്ചിട്ട്. ഇവിടെ ഒന്നും ഒന്നുമില്ല. ഇവിടെയൊക്കെ വാഴ മാത്രമുണ്ട്. ഇഷ്ടപ്പം തപ്പി ഇവിടെ ഒന്നും ഒന്നുമില്ല. ഉണ്ട്. ഇവിടെയൊക്കെ പ്ലെയിൻ സാധനങ്ങൾ മാത്രം. മറ്റേ
അടക്കാമരം 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 കഴുങ്ങെന്ന് പറയാൻ എനിക്കറിയാം, എന്നാലും ഞാൻ വെറൈറ്റി ആക്കിയതാണ്. ഒന്നുമില്ല, ആകെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ. ദിസ് ഓൺലി മാൻ. ഇത് നമ്മളതല്ലല്ലോ, ഇത് നമ്മളതല്ല, അത് അപ്പുറത്തെ വീട്ടിൽ പണിക്കാരുടെ വന്നിട്ടുണ്ട്. അതുമാൻ നമുക്ക് നമ്മളെ സാധനം മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ അതന്നെ ഉള്ളൂ, ഇവിടെ വേറെ ഒന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ വേസ്റ്റായിട്ട്. ഇവിടെ ചെരുപ്പൊന്നും എടുക്കില്ല, പിന്നെ പ്ലാസ്റ്റിക് കവർ, ഇതൊക്കെ കവേഴ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എടുക്കില്ല ഗൈസ്. ഇതന്നെ ഉള്ളൂ, ഇതന്നെ മതി. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇതുണ്ടോ, ആവശ്യത്തിലേറെ വെയിറ്റ് ഉണ്ട്. ഇനി ഇത് ഞാനൊന്ന് കെട്ടട്ടെ, കെട്ടിയിട്ട് വണ്ടിമേ വെക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും കെട്ടണം, കയറെടുത്തിട്ടില്ല. ഈ കയറ് മതി കേട്ടോ, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിങ്ങനെ എടുക്കുക, അല്ലേ ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കയറ് പൊട്ടിട്ടുണ്ടല്ലോ. ട്രൗസറിൻ്റെ വള്ളിയാണ് സത്യം വന്നത്. ഇങ്ങനെ എടുക്കുക, ഓട്ടേക്കൂടെ എടുക്കുക, ഓട്ടേക്കൂടെ എടുക്കുക, ഈ ഓട്ടേക്കൂടെ എങ്ങോട്ടേക്ക് എടുക്കാം. ഗൈസ് ഇതെല്ലാം എടുത്തപ്പോൾ ജസ്റ്റിൻ്റെ പാൻറ്റിലൊക്കെ ചളി, ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയും ചളി. ഇനി കുറച്ച് ഇപ്പോൾ സമയം എത്ര 3 ആയിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് നേരെ കൊണ്ടുപോയി കൊടുക്കാം, എന്നിട്ട് കാര്യമായിട്ട് വരാം. ഗൈസ് അങ്ങനെ ഞാൻ അഡ്ജസ്റ്റീവായിട്ട് കയറൊക്കെ കിട്ടി അഡ്ജസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് കെട്ടണം. അടിഭാഗത്താണ് വെയിറ്റ്. നമുക്ക് എന്താ പറയുക, കുറച്ച് ഇങ്ങോട്ട് കയറ്റി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പോൾ പോവാൻ ചാൻസ്. ഇങ്ങനെ ഇട്ട് നോക്കാം. ഇതിലൂടെ ഭയങ്കര വലുപ്പം എത്തൂലല്ലോ, എന്ത് ചെയ്യും, ഇതിലൂടെ ഈ സൈഡിലൂടെ ഇങ്ങനെ കേരളല്ലേ. ഓ മൈ ഗോഡ്, ടാസ്ക്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. ഉള്ളിൽ കൂടെ കിട്ടാൻ ഭയങ്കര നമ്മളിവിടെ കളി. നിൽക്കുന്നുണ്ട്, ഗൂഗിളായിരിക്കുന്നു വിചാരിക്കുന്നു. ഗോ ഒരു കയറും കൂടി എടുത്ത് കിട്ടാം. ഡാഡിക്കുള്ള വണ്ടിത്തെ കയറാണ്, നമുക്ക് ആരെ കയറാല്ല, നമുക്ക് വണ്ടി കിട്ടിയാൽ ഈ ഒരു കെട്ടിലിഞ്ഞ് വികുന്നു എനിക്ക് തോന്നണില്ല. സെറ്റാണ്. വണ്ടി പൊന്തുമ്പോൾ ഈ സാധനം കുറച്ചും ഇങ്ങോട്ട് ചെരിയും, പക്ഷേ സാധനമൊന്നും കൊഴിഞ്ഞ് പോകാൻ ചാൻസ് ഇല്ല. ആകെ പോകണമെങ്കിൽ ചിലപ്പോൾ ഈ കുപ്പി ചിലപ്പം പോകും. കുപ്പി പോകാതൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, ഉള്ളിക്കാണ്ട് നീക്കി വെച്ച് കൊടുക്കാം. പോണത് പോട്ടെ, ബാക്കിയുള്ളത് നിന്നാൽ മതി. അപ്പം ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഞാൻ ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയാൽ മതി. അല്ലാ, ഞാൻ ചായ എടുക്കാൻ പറഞ്ഞു, എൻ്റെ ചായ നിർത്താൻ. ഗൈസ് ഹെൽമെറ്റ്, എൻ്റെ മറ്റേ ഹെൽമെറ്റ് അബ്ദുൻ്റെ കടയിൽ വെച്ച് മറന്നുപോയി. അപ്പം അതെടുക്കണം, അന്ന് പോകുമ്പോൾ എടുക്കണം. പിന്നെ ഇത് പഴയ ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ കഴിച്ചില്ലേ, അല്ലാണ്ട് എനിക്ക് ഫൈൻ ഒടുങ്ങിയ ഒരു വിധമായിട്ടുണ്ടാവും. യാ സോ നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോണ മാതിരി നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ ആക്രിക്കടയിൽ പോയത്. അതിന് ശേഷം ഞാൻ അതുവരെ കട കയറിയിട്ടില്ല. കുറേ വർഷത്തിന് ശേഷം ഇന്നാണ് ഇപ്പോൾ കയറുന്നത്. ഇപ്പോൾ എത്ര വയസ്സില്ല, ഞാനൊരു 10 വയസ്സിലൊക്കെ കയറിയതാവും. 11 10 വയസ്സിലൊക്കെ കയറിയതാവും. ഇപ്പോൾ അതാ 19 വയസ്സിൽ ഇപ്പോഴാണ് പിന്നെ കയറുന്നത്. 9 വർഷത്തെ ഡിഫറൻസ്. അതിൽ ശീലില്ല. പാപ്പാനെ പരിചയമുള്ളൊരു കാക്കുണ്ട്, മൂപ്പർക്ക് ഇന്നെ അറിയില്ല, എന്നാലും എനിക്ക് മൂപ്പരറിയാം. ആ കടയിൽ പോയിട്ട് സെറ്റാക്കാം. ആ ഉറങ്ങാണ് ഇരുമ്പ് മാത്രം. ഏയ് ഒന്നുമില്ല, 6 കിലോ നേരുണ്ട്. 8 കിലോ ഇരുമ്പ് മാത്രം. സ്റ്റെമ്പ് കമ്പി 290 ഉള്ളൂ.
ബസ് ഞാൻ അത്ര കെട്ടി സെറ്റപ്പാക്കി പോകേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ കയറ്റം കയറിയാൽ തന്നെ എൻ്റെ കുടുംബക്കാരെ ഒരു ഈ സംഭവം ഉണ്ട് ആക്രീൻ്റെ. അപ്പോൾ അവിടെ പോയി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. എനിക്കത് ഓർമ്മയില്ല, ഞാൻ ഓർമ്മയില്ലാതെ അങ്ങോട്ട് പോകാൻ നിൽക്കേനി. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പാസ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അവിടുത്തെ ആക്കണുണ്ട്. അപ്പോൾ അത് സാധനങ്ങൾ കൊടുത്ത് സെറ്റാക്കി കായ്ക്കാരനായി. ഏകദേശം എത്ര കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത്, ഏകദേശം എന്താ 400 ഉറുപ്പിക കിട്ടി ഗൈസ്. ആ സാധനങ്ങൾ ഫുള്ള് കൊടുത്തിട്ട് 400 ഉറുപ്പിക കിട്ടി. കുഴപ്പമില്ല, 400 400 നമുക്ക് ലാവിഷ് ഹാപ്പി മൂഡ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് എന്തെങ്കിലും കാണാം. ഓക്കെ ബൈ.